അപ്പോൾ സംഭവിക്കാനിരിക്കുന്ന ഈ കൊടിയ തകർച്ചകളിൽ, വിനാശങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കർത്താവ് തന്റെ ജനത്തോട് പറഞ്ഞു തന്ന വഴിയെന്താ? നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരാകുക. വാച്ച് ആൻഡ് പ്രേ. എൻ്റെ ജനമേ, നിങ്ങൾ പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കുക. എത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ കർത്താവിൻ്റെ വചനം. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സഹോദരങ്ങളെ? ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, പ്രാർത്ഥനയിൽ ജാഗരൂകരായി കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന തൻ്റെ വിശ്വസ്തരായ കുടുംബങ്ങൾ, തൻ്റെ വിശ്വസ്തരായ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, തന്നോട് വിശ്വസ്തത പുലർത്തുന്ന തൻ്റെ പ്രിയപ്പെട്ട ജീവിതങ്ങളെ കർത്താവ് എന്തു ചെയ്യും? ആ സമയത്ത് ഈ കൊടിയ തകർച്ചയുടെ വിനാശത്തിൻ്റെ നാളുകളിൽ ഭൂലോകത്ത് മുഴുവൻ ഈ വിനാശങ്ങൾ നിബന്ധിക്കുന്ന ആ ഒരു സമയത്ത് എല്ലാ ജനതകളിലും ഇത് വെളിപ്പെടുമെന്ന് പറയാം. ഇപ്പോൾ കോവിഡ് നമുക്കറിയാം, അതൊരു ദേശത്ത് മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ലോകവ്യാപകമായി ആ പകർച്ചവ്യാധി ഉണ്ടായി. ഇതുപോലെയുള്ള പല പല പ്രതിസന്ധികളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട സഹോദരങ്ങളെ. ഈ നാളുകളിൽ തന്നോട് വിശ്വസ്തത പുലർത്തുന്ന കുടുംബങ്ങളെയും കൂട്ടായ്മകളെയും ജീവിതങ്ങളെയും കർത്താവ് എന്ത് ചെയ്യുന്ന പറയുന്നത്? വെളിപാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വചനത്തിലോട്ട് വരിക. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ വിനാശങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. തൻ്റെ വചനത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് സംരക്ഷിക്കും. അപ്രകാരമുള്ള കൂട്ടായ്മകളെ കർത്താവ് സംരക്ഷിക്കും. ദേശങ്ങളെ സംരക്ഷിക്കും. തന്നോട് വിശ്വസ്തത പുലർത്തുന്ന സഭാ സമൂഹങ്ങളെ കർത്താവ് സംരക്ഷിക്കും. വചനം പറയുന്നു, ഭൂമുഖത്തുണ്ടാകാനിരിക്കുന്ന ആ കൊടിയ പരീക്ഷണങ്ങളുടെ തകർച്ചയുടെ നാളുകളിൽ ഞാൻ നിന്നെ സംരക്ഷിക്കും. കാരണം പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു, എൻ്റെ വചനം നീ അനുസരിച്ചു. ഹല്ലേലൂയ. ആരെല്ലാം വചനം അനുസരിക്കുന്നുവോ അവർക്കാണ് ഈ സംരക്ഷണ മുദ്രയുണ്ടാകുന്നത്.